ഹരി, നീ ഇത് എവിടെയാ? ഞാൻ ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മാറിയാ നിൽക്കുന്നേ. അവിടെ ആരൊക്കെയോ ഇങ്ങനെ നോക്കുന്ന പോലെ തോന്നുക. അല്ല, ആരൊക്കെയോ ശ്രദ്ധിച്ചു. നീ ഒന്ന് പെട്ടെന്ന് വാ. നീ പെട്ടെന്ന് വന്ന് എന്നെ കൊണ്ടുപോ. ഞാൻ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ശരി ശരി, വേഗം വാ. നേരായി വെയിറ്റ് ചെയ്യുന്നു അറിയോ? ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആണോ? ഇതെടുത്തേ. പോയാലോ? എടുത്തോ. ഹെൽമെറ്റ് ഉണ്ടേ? ഇടാം. ഇത് പോലീസ് കണ്ട അപ്പ ഫൈനാണ്. ഏട്ടന് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? എന്താ അങ്ങനെ പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോ എന്റെ പേടി കൊണ്ട് തോന്നിയതായിരിക്കും അല്ലേ? ആയിരിക്കും. നീ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. രതീഷേട്ടൻ അടുത്ത മാസം ലീവിന് വരും. പുള്ളി വന്ന് പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ആലോചിക്കാൻ വയ്യ. അതിന് മുമ്പ് നീ എന്നെ കൊണ്ടുപോയില്ലേ ഹരി? നിന്നെ കൊണ്ടുപോകാതെ പിന്നെ വേറെ ആരെ കൊണ്ടുപോകാനാ മോളെ? നമുക്ക് ഒരുമിച്ച് മാറാൻ വേണ്ടി നല്ലൊരു വീട് നോക്കണ്ടേ, വാടക കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ പൈസ ചോദിച്ചത്. നീ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പൈസ ഇട്ടുണ്ടായിരുന്നല്ലോ. അത് 10 ഉള്ളൂ. ഞാൻ 25,000 അല്ലേ ചോദിച്ചേ? 10 തന്നെ ഞാൻ ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയുള്ളൂ. മോളെ, വീടിന് അഡ്വാൻസ് കൊടുക്കണ്ടേ, പിന്നെ ഫസ്റ്റ് മന്ത് റെന്റും കൊടുക്കണ്ടേ? അതിന് പൈസ തികയൂല. ഈ 10,000 തന്നെ ഒപ്പിച്ച പാടെ എനിക്കേ അറിയുള്ളൂ ഹരി. പിന്നെ എങ്ങനെ മോളെ വീട് റെന്റിന് എടുക്കണേ? കഴിഞ്ഞ മാസമല്ലേ ഞാൻ നിനക്ക് 30,000 രൂപ തന്നത്? ഇതിപ്പോ എത്ര തവണയായി? നിനക്ക് എന്തെങ്കിലും കണക്കറിയോ? എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാ ദിവ്യ നിന്റെ അടുത്ത് ഞാൻ പൈസ മേടിച്ചത്. അതിന് നീ കണക്ക് വെച്ചിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം, ചാവുന്നതിന് മുമ്പ് എല്ലാ പൈസ നിനക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കും. അയ്യോ ഹരി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നീ ഇങ്ങനെ പൈസ ചോദിക്കുമ്പോ രതീഷേട്ടനോട് ഓരോ കള്ളൊക്കെ പറഞ്ഞിട്ടാ ഞാൻ പൈസ എടുത്തോണ്ട് വരുന്നത്. ഇപ്പൊ പുള്ളി അറിയാതെ ഞാൻ കുറെ കാശ് എടുത്തു. ആള് വന്ന് അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടേജ് കാണും. അപ്പൊ ഞാൻ എന്ത് പറയുന്നു എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഹരി. അതൊക്കെ അറിയുന്നതിന് മുമ്പ് എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുന്ന ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്. അതാ ഞാൻ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. ഹരി, എനിക്ക് നീ മാത്രല്ലേ ഉള്ളൂ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ ദിവ്യ. ഇപ്പൊ പറ്റുമെങ്കിൽ ഇപ്പൊ നിന്നെ കൊണ്ട് പോകണമെന്നുണ്ട് എനിക്ക്. പക്ഷെ നമുക്ക് ജീവിക്കാൻ ക്യാഷ് വേണ്ടേ? എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിക്കുന്നുണ്ട് ഹരി. ഞാൻ അതെടുക്കാം. അപ്പൊ കുറച്ചു നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. അതിന്റെ ഉള്ളിൽ പിന്നെ നീ ജോലി കണ്ടുപിടിച്ച് ശരിയാക്കിയാ പോരെ? സ്വർണം എത്ര പവനുണ്ട്? ഒരു 30 പവൻ കാണും. കല്യാണത്തിന് തന്നതാണ് അച്ഛൻ. ഇപ്പൊ ലോക്കറിൽ വെച്ചിരിക്കാ, ഞാനത് തിരിച്ചെടുക്കാം. എന്നാ ദിവ്യ അത് എടുത്തിട്ട് വാ, നമുക്ക് പോവാം. പിന്നെ നീ ഇറങ്ങുമ്പോ വേറെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതും എടുത്തോ. പറ്റാവുന്ന കാശ് എല്ലാം എടുത്തോ. നമുക്ക് നന്നായിട്ട് ജീവിക്കണ്ടേ? നോക്കട്ടെ, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ അമ്മ ഓരോന്ന് കുത്തി ചോദിച്ചോണ്ടിരിക്കും. അമ്മ ഒന്നും പറയില്ല. നീ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലെന്ന് പറ. അതെന്നെയാ പറയാറ്. ഞാൻ ഫോണിൽ നിന്റെ പേര് ഹരിതാന്നാ സേവ് ചെയ്തിരിക്കുന്നത്. എന്തൊരു ബുദ്ധിയാ. പിടിച്ചു നിക്കണ്ടേ? മതി, ഞാൻ ഇറങ്ങട്ടെ. അല്ല, ജ്യൂസ് കുടിച്ചിട്ട് പോ. മതി, കുടിക്ക്, ശ്രദ്ധിക്ക്.
എന്ത് ചെയ്യാ? ഇത് എത്ര നേരമായി ദിവ്യെ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട്? എത്ര നേരം കൊണ്ട് കുഞ്ഞ് നിന്നെ കാണണമെന്ന് പറയാം. ഞാൻ എന്തൊക്കെ കാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയോ? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ ഫ്രണ്ടിന്റെ വീട്ടില്. ആ ഫ്രണ്ടിന്റെ വീട്ടില്. അമ്മ അവൾക്ക് ഭക്ഷണം കൊടുത്തില്ലേ? നീ വന്നിട്ടേ കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു, ഒന്നും കഴിക്കുന്നില്ല. എന്താ അമ്മു ഇത്? അമ്മുക്കുട്ട, അമ്മ വന്നില്ലേ? വാ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. വാ. രതീഷ് വിളിച്ചില്ലേടി? രതീഷ് വിളിച്ചു. ആ പിന്നെ ശാരദ ചേച്ചി വിളിച്ചിരുന്നു കേട്ടോ. നീ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അവർക്ക് കുഞ്ഞിനെ കാണണമെന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്താ, ഞാനിപ്പോ 1 മാസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. രതീഷേട്ടൻ വന്നിട്ട്. എടി രതീഷേട്ടൻ വരാൻ ഇനി 1 മാസം ഉണ്ട്. അത് കഴിഞ്ഞ് നീ ചെല്ലെന്ന് പറയാം. എന്തു മര്യാദ നീ പറയുന്നേ? അതിനിപ്പോ എന്താ അമ്മേ, എനിക്ക് വയ്യ. കൊച്ചിനെ കാണാൻ നിർബന്ധമുള്ളവർ ഇങ്ങോട്ടേക്ക് വരട്ടെ. എന്തു കൊണ്ണിച്ചോരയില്ലാത്ത എടി. അവര് യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ എങ്ങനെയാ കാണാൻ വരുന്നത്? അവർക്ക് കാണണമെന്നുണ്ടല്ലേ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞേ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാനും കൊച്ചിവിടെ നിൽക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോളാം. എന്ത് കൂത്ത്! അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞ ഒന്നും അല്ലല്ലോ നീ കേൾക്കുന്നത്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം. നിങ്ങൾക്ക് എന്നെ പണ്ട് മുതലേ ശല്യമായിരുന്നു, എനിക്കറിയാത്. അല്ല, കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തല്ല എന്നെ പിടിച്ച് കെട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു എന്നെ പിറ്റേ ദിവസം തന്നെ ഗൾഫിൽ കൊണ്ടുപോകാന്ന്. എന്നിട്ട് ഗൾഫിൽ കൊണ്ടുപോയാ. അതിനുശേഷം എന്റെ കുട്ടിയും ചട്ടിയായിട്ട് നടക്കാൻ ഞാൻ. മനുഷ്യന്റെ ജീവിതം 2 ആളും കൂടി നശിപ്പിച്ചിട്ട് മാനസമാധാനം പോയിട്ട് നിൽക്കാൻ ഞാൻ. എന്ത് നശിപ്പിച്ചെന്നാ നീ പറയുന്നേ? മറ്റുള്ളവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടോ? നീ എന്താ സുഖമായിട്ടാ ജീവിക്കുന്നേ? നീ ഇവിടെയല്ലേ നിൽക്കുന്നത്? ആ വീട്ടിൽ പോലും അല്ലല്ലോ. എടി, കുഞ്ഞായതുകൊണ്ടല്ലേ നിന്നെ ഉടനെ കൊണ്ടുപോവാഞ്ഞേ? ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് നീ ഗൾഫിലോട്ട് എന്നാ എന്ത് കൊടുക്കും? അവൻ ജോലിക്ക് പോവില്ലേ? അവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത് അതിന് ശ്വാസം മുട്ടലുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ ആരുണ്ടെന്ന് പറഞ്ഞ മനസ്സിലാക്കാത്തൊരു പെണ്ണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മരുമോൻ പറയണാണല്ലോ വേദവാക്യം. എന്നെ പറ്റി രണ്ടുപേർക്ക് എന്തെങ്കിലും ചിന്തയുണ്ടാവും. കെട്ടിയാണെങ്കിൽ ഒട്ടും ചിന്തയില്ല. വേണ്ട, ചിന്തിക്കണ്ട. എന്നെ പറ്റി ഞാൻ ചിന്തിക്കുമല്ലോ, ഞാൻ ചിന്തിച്ചോളാം. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. അല്ല, ഈ പെണ്ണിന് എന്തിന്റെ കൂത്താ? ഒരു സ്വാതന്ത്ര്യമില്ലേ വീട്ടിൽ? ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാലേ സമാധാനം കിട്ടുള്ളൂ. ഇത് ആർക്കും വേണ്ട. എന്നെ കെട്ടിയവനും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയ്ക്കും വേണ്ട. ഞാൻ ഇവിടുന്ന് പോയാലേ എല്ലാവർക്കും സമാധാനം കിട്ടുള്ളൂ. ഞാൻ ഹരി. നീ എത്തിയില്ലേ? ഞാൻ ഇപ്പൊ എത്തി. ഞാൻ അവിടെ വന്ന് കയറുമ്പോ അമ്മ ഭയങ്കര ബഹളം പ്രശ്നങ്ങളൊക്കെ, അതാ വിളിക്കാൻ പറ്റാ ഞാൻ. നീ മറ്റേ 30 പവന്റെ കാര്യം പറഞ്ഞില്ലേ? അത് ഉള്ളതാണല്ലോ അല്ലേ? അത് വിശ്വസിച്ചാട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നേ. എന്റെ പൊന്നു ഹരി, നിനക്കെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ദയവ് ചെയ്തിട്ട് മൊട്ടത്ത് ഞാൻ. അടി ഹരിതേ. ഓക്കെ ഡി, ഞാൻ വിളിക്കാട്ടാ. ശരി. ഹലോ ഹരിതേ അച്ഛാ, കൂട്ടുകാരി. മോൾ ആരുടെയും കൂടെ ബൈക്കിൽ യാത്ര ചെയ്തോ? എൻ്റെ ഒരു സുഹൃത്ത് മോളെ കണ്ടതായിട്ട് പറഞ്ഞു. ഇല്ല അച്ഛാ, ഞാൻ ഹരിതയുടെ വീട്ടിലേക്കല്ലേ പോയേ, ബസ്സിലാ പോയേ. അപ്പോൾ അയാൾക്ക് തോന്നിയതായിരിക്കും. ആയിരിക്കും. പിന്നെ മോളെ, മോക്ക് കൊച്ചിനെ എല്ലാം കൊടുക്കുക കേട്ടോ. ഞാൻ പോവായിരുന്നു. കൊടുക്കുക കേട്ടോ, സമയമായില്ലേ? ഞാൻ അങ്ങോട്ട്. ജെറി ഇപ്പൊ വരും കേട്ടാ. ഇപ്പ വരും. ജെറി എവിടെ പോയി? ജെറി എവിടെ പോയി? നമ്മുടെ ജെറിക്കുട്ടനെവിടെ? ജെറിക്കുട്ടനെവിടെ? ജെറി ജെറി. ഒയ്യോ, ഹലോ. എത്ര നേരം ഞാൻ എന്നെ വിളിക്കുന്നത്? നീ എവിടെയായിരുന്നു? അതെ, നമ്മള് ബൈക്കിൽ പോകുന്നതേ അച്ഛൻ്റെ അമ്മയുടെ ഏതൊരു ഫ്രണ്ട് കണ്ടിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു. എന്നിട്ടെന്നാ ഞാൻ പറഞ്ഞു ഞാൻ ബൈക്കിലൊന്നും പോയിട്ടില്ല, ഞാൻ ബസ്സിലാ പോയേ ഹരിതയുടെ വീട്ടിലേക്ക്. അത് നന്നായി. നമ്മൾ ഇവിടുന്ന് പോണ വരെ ഒരു ഈച്ചക്കുഞ്ഞൂര് നമ്മുടെ പ്ലാനൊന്നും അറിയാൻ പാടില്ല, മനസ്സിലായോ? ഞാനായിട്ട് ഇങ്ങനെ ആരോടൊന്നും പറയില്ല. പിന്നെ ഇതധികം നീട്ടിക്കൊണ്ടുപോകല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കണ്ട പെട്ടെന്ന്. നമുക്ക് തേനിയിലേക്ക് പോവാം. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആദ്യം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ.
എവിടേക്കാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ കൂടെ ഞാൻ എവിടെ ആണെങ്കിലും വരാൻ റെഡിയാ. ജീവിതം മടുത്ത് നിൽക്കുന്ന സമയത്താ ദയവായിട്ട് നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ തോന്നിയത്. നീ സ്നേഹിച്ച പോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല ഹരി. അതാണ്. പിന്നെ നീ പറഞ്ഞ ഗോൾഡില്ലേ 30 പവൻ, അതിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് നീ എനിക്ക് നേരത്തെ തരണം, എന്നാലേ നമുക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫണ്ട് വേണ്ടേ? അത് വേണോ? ഓ, നിനക്കപ്പം എന്നെ വിശ്വാസമില്ലല്ലേ? കുഴപ്പമില്ല ദിവ്യ, എനിക്ക് വേണ്ട. എന്ത് ചെയ്യാനാ, ദൈവം എനിക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സ് മാത്രമേ തന്നുള്ളൂ. പൈസ തന്നില്ല, കുഴപ്പമില്ല, വേണ്ട. ഹരി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് തന്നെ പൂർണ്ണ വിശ്വാസം. സ്വർണ്ണം എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. ആ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നാളെ 11 മണിക്ക് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വാ. സ്വർണം നമുക്ക് വിൽക്കാം. ആ പൈസയായിട്ട് നമുക്ക് മറ്റന്നാൾ തന്നെ തേനിക്ക് പോവാം. ആ പിന്നെ ഹരി, എനിക്കറിയാം, എന്നാലും ഒന്നും കൂടെ ചോദിക്കാം. എനിക്കറിയാം നിനക്ക് അമ്മൂനെ ജീവനാന്ന്, പക്ഷെ അത് അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇതെന്ത് ചോദ്യമാണ് ദിവ്യ? നിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാ എൻ്റെ കൂടെ കുഞ്ഞല്ലേ? ലവ് യു ഹരി, നമുക്ക് കാണാട്ടോ. ഓക്കെ, ലവ് യു ടു മുത്തേ. നാളെ കാണാം. എന്താ എന്ത് പറ്റി? ഈ കൊച്ചിനെ ഇവിടെ കളഞ്ഞിട്ട് ഈ കൊച്ചിന്റെ അമ്മ ഏതോ കാമുവിന്റെ അവിടെ ഒളിച്ചോടി പോയെന്ന്. ഇവളെയൊക്കെ പച്ചക്ക് കത്തിക്കണം. എങ്ങനെ മനസ്സ് തോന്നിയെന്തോ ഈ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോകും. ഒരു ആവേശത്തിൽ കാമുവിന്റെ കൂടെ ഇതിനെ കൊണ്ട് ഇറങ്ങിയപ്പോഴേ ഇവിടെ വന്നപ്പോ അവൻ നിർത്തിയിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. ഇവിടെയൊക്കെ തെറണ്ടി വാളിനെ അടിക്കണം. ആ കൊച്ചിൻ്റെ മോൻ കണ്ടിട്ട് എങ്ങനെ തോന്നിയാന്തോ ഉപേക്ഷിച്ചിട്ട് പോകാനൊക്കെ? എന്തായി സാറേ, ആളെ കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്, കന്യാകുമാരിന്ന് കിട്ടി. ആ, സോഷ്യൽ മീഡിയ വഴി കനത്ത പ്രണയത്തിലായിരുന്നു. മഹാഫ്രോഡാ സാറേ, ഇവിടെയൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം വരുത്തണം ഇവിടെ. അതാണ് ചെയ്യാനുള്ളത്. അവള് മാത്രമല്ല, അവനും ചാവണം. കല്യാണം കഴിഞ്ഞ പെമ്പിളേരെ ബാക്കിൽ നടക്കണ റാക്കറ്റ് ഉണ്ട്. ഇവനൊക്കെ അതിലെ കണ്ണികളായിരിക്കും. ഇത് തന്നെ ഇവിടെ ഈ നാട്ടിൽ നടപ്പ്. അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ പോരെ, ഈ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുള്ള പെണ്ണിന്റെ ബാക്കിൽ പോണ ഇവന്റെയൊക്കെ ഉദ്ദേശശുദ്ധി. എന്നിട്ട് പെണ്ണുങ്ങൾ ഇതൊന്നും ആലോചിക്കില്ല, ദിവ്യപ്രേമം കൂടെ കൊണ്ടു നടക്കും. കണ്ടവന്റെ പുറകെ പോയിട്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. അനുഭവിക്കണം ഇവളൊക്കെ. അവൻ ആദ്യത്തെ ഒരു സുഖം, അത് കഴിഞ്ഞ് അവളെ കളഞ്ഞിട്ട് പോകും. പിന്നെ അവളെ എവിടെ പോകാനാണ്? ഭർത്താവ് കയറ്റും അവളെ, ചതിച്ചിട്ട് പോയോണ്ട്. വീട്ടുകാരും കയറ്റൂല, മാനക്കേട് ഉദ്ദേശിച്ചു. ഇവളൊക്കെ നരയിക്കണം, നരയിച്ചേ പോകൂ. ഇവളൊക്കെ നരയിച്ച് തന്നെ തീരത്തുള്ളു. വേറെ ഒന്നും ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്തസ്സായിട്ട് ഡിവോഴ്സ് ചെയ്യണം. എന്നിട്ട് എന്ത് തന്തല്ലായ്മയ്ക്ക് വേണോ ചെയ്തോട്ട്. അതുമാതിരി ചെയ്യുന്നില്ലല്ലോ. കഷ്ടം. ആ കൊച്ചിന്റെ മോൻ കണ്ടിട്ട് സങ്കടം വരണം. ഇവളൊരു അമ്മ തന്നെയാണ്. ദിവ്യ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഗോൾഡ് എവിടെ? ഗോൾഡ് ഞാൻ എടുത്തില്ല ഹരി. എൻ്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ ഗോൾഡാണ്. അത് അവരെടുത്തോട്ടെ. ഞാൻ വെറും കൈയോടെ ഇറങ്ങി വരും, എൻ്റെ അമ്മൂനെയും കൂട്ടി. വെറും കൈയോടെ എൻ്റെ കൂടെ വന്നിട്ട് എന്തിനാ? നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും ഹരി. അതിനിപ്പോൾ പട്ടിണി ആയാലും കഷ്ടപ്പാടായാലും കുടിലേക്കാണെങ്കിലും ഞാൻ വരും. എനിക്കങ്ങനെ ആർഭാട ജീവിതമൊന്നും വേണമെന്നില്ല. എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാൻ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. നീ ആള് കൊള്ളാലോടി. വെറും കൈയോടെ നിന്റെ കൊച്ചിനെയും കൂട്ടി നീ വരും. എന്നിട്ട് എന്ത് ചെയ്യാനാ?
നീ എന്താ ആരും ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പോണ്, നീ വേറെ ആളെ നോക്ക്. അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നോ? ഓഹോ, ഞാൻ ചതിച്ചെന്നാ? കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുള്ള നീയരടി ഭർത്താവിനെ ചതിച്ച് എൻ്റെ പുറകെ വന്നത്. നീയല്ലേ മെസ്സേജ് അയച്ച് എന്നോട് സ്നേഹം കാണിച്ച് എന്നെ വലയിലാക്കിയത്? അതെ, ആരെങ്കിലുമൊക്കെ ഇരിക്കുന്ന വലയിൽ വന്ന് ചാടാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? എനിക്ക് നാണമില്ലടി. എടി, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അയക്കും SMS മെസ്സേജും ഒക്കെ. നിന്നെ പോലെ സൂക്കേട് മൂത്തിരിക്കുന്നവളെ ഒന്ന് ചാടിക്കൊടുക്കും. പോരുത് നീ. എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയ തെറ്റാന്ന്. നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. മര്യാദയ്ക്ക് എൻ്റെ കാശ് മുഴുവൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തന്നേക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? എന്നെ മൂക്കി വലിച്ചേറ്റോ? എടി, ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണും കൊണ്ടറി ഇതിലും അന്തസ്. അവള് കാശ് കൊടുക്കാതെ അവളങ്ങ് വന്നേക്കുവാ. എനിക്കെന്തിനാടി പിന്നെ നിന്നെ? നിന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പം ആ ത്രില്ലും പോയി. എന്നാ ശരി, ഞാൻ പോവാ. ബൈ. പട്ടി, അപ്പൊ നീ എന്നെ യൂസ് ചെയ്യായിരുന്നല്ലേ? അതെ, യൂസ് ആൻഡ് ത്രോ. ടാറ്റ. എടീ, നീ കഴിക്കാൻ വരുന്നില്ലേ? ആ, ഇപ്പൊ വരാമേ. മോളെന്തേ? അവളെ അച്ഛൻ ഉറക്കുന്നു. ആ, വാ. വരാം വരാം, ഇപ്പൊ വരാം. എന്താ മോളെ? എന്താ നീ കരഞ്ഞേ? എന്തിനാ കരയുന്നേ? എന്താ മക്കളെ? പറ, കാര്യം പറ. അച്ഛനോട് ക്ഷമിക്കണം അച്ഛ. എന്താ കാര്യം ഒന്ന് പറ. കാര്യം പറ കുഞ്ഞെ. അമ്മേനോട് ക്ഷമിക്കണം. നീ മോളെ കാര്യം പറ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്ക് തെറ്റുപറ്റിപ്പോയി അച്ഛ. കാര്യം ചോദിക്കും. പറ മോളെ, എന്താന്ന് പറ. എന്ത് വൃത്തിയോടാണ് നീ കാണിച്ചത്? ആ രതീഷ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാശെടുത്ത് ഏതോ ഒരുത്തന് കൊണ്ട് കൊടുത്തേക്കുന്നു. ദൈവം പോലും പൊറുക്കത്തില്ല നിന്നോട്. എന്താ കാണിച്ചേ? എനിക്കറിയാം ഞാൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തെന്ന്. മോളെ, നീ നിന്റെ സന്തോഷം നോക്കിയപ്പോൾ നിന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്ന അവനെ നീ ചതിക്കുമായിരുന്നടി. എന്റെ പോയിട്ട് വന്നു പറഞ്ഞല്ലോടി നീ. എനിക്കറിയാം ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തെന്ന്. എല്ലാം അറിയാം. എന്നോട് ദൈവം പോലും പൊറുക്കൂലെന്ന് എനിക്കറിയാം. ഞാൻ രതീഷ് എന്നോട് എല്ലാം വിളിച്ച് പറയാൻ പോവാം. രതീഷ് എന്നെ പറ്റിച്ച എന്നെ എനിക്കിനി പുള്ളിയുടെ ഭാര്യയായിട്ടിരിക്കാൻ യോഗ്യതയില്ല അച്ഛാ. ഞാൻ വിളിച്ച് പറഞ്ഞോളാം രതീഷ്. വേണ്ട മോളെ, അവനെ ഇപ്പൊ വിളിക്കല്ലേ. നീ ജീവിതം നശിപ്പിക്കരുത്. രതീഷ് ഒന്നും അറിയണ്ട. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് ആ പൈസ എങ്ങനെങ്കിലും സംഘടിപ്പിക്കാവടാ. രമേ,
നീ നിന്റെ മോളുടെ ഭാവി ഓർത്ത് ഇതൊക്കെ പറഞ്ഞു. പക്ഷേ രതീഷിൻ്റെ കാര്യം അപ്പം മറന്നു അല്ലേ? അവൾ ചെയ്ത തെറ്റിൻ്റെ ഭവിഷ്യ തീവ്രത മനസ്സിലായ? ഞാനൊരാണാണ്, മനസ്സിലായ? അതിലുപരി ഭർത്താവും അച്ഛനുമാണ്. ഒരാളെ കൊന്നിരുന്ന പോലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ ഇത് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ തെറ്റാണ് അവൾ ചെയ്തത്. അച്ഛൻ എങ്ങനെ വേണമെങ്കിലും പണിഷ് ചെയ്തോ, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. രതീഷേട്ടൻ എന്നെയും മോളെ ഇത്ര പൊന്നോലെ നോക്കിയിട്ട് ഞാൻ ഈ ചതി ചെയ്തില്ലേ രതീഷേട്ടനോട്? വീട്ടിൽ പോയി നിന്നാ രതീഷേട്ടൻ്റെ അമ്മ എന്തെങ്കിലും പറയും, എന്റെ മനസ്സ് വിഷമിക്കുന്നു പറഞ്ഞിട്ടാ രതീഷേട്ടനോട് ഇവിടെ വന്ന് നിന്നോളാം പറഞ്ഞത്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. മോളെ, നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യും, രതീഷിനെ വിളിച്ച് കാര്യം പറ. ഇനി അവൻ തീരുമാനിക്കട്ടെ എന്താണ് വേണ്ടത്. രമേ, ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അവളുടെ വിധിയാണ്. അവൾ സ്വയം വരുത്തി വെച്ചതാണ്, മനസ്സിലായേ?